കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ശബ്ദം? ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പാലിക്കണമേ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. നമ്മുടെ അപേക്ഷകളെ തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ സങ്കടം അറിയുന്നു എന്നാണ്. ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുകയാണ്. ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവമക്കളുടെ എല്ലാം ജീവിതത്തിൽ ഓരോ നിലകളിൽ, ഓരോ സന്ദർഭങ്ങളിൽ അതേ സങ്കടങ്ങൾ വരാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സങ്കടം വരുമ്പോൾ അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്കറിയാം അവരുടെ മുഖഭാവം, അല്ലേ? സ്തോത്രം. പെട്ടെന്ന് ഒരു വിങ്ങി പൊട്ടിക്കരയാൻ പോകുമ്പോൾ ചെന്ന് പോട്ടെ മകളെ അല്ലെങ്കിൽ പോട്ടെ മോനെ എന്ന് പറയുമ്പോൾ ആ സങ്കടം ഒന്ന് മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഞാൻ പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അതിനുവേണ്ടി വിടുതൽ അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ അപേക്ഷകളെ തള്ളിക്കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? വിടുതലുകൾ പ്രാപിച്ചിട്ടുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ പുസ്തകത്തിൽ കൊള്ളത്തില്ല. ലോകത്തിലുള്ള ഒരു പുസ്തകങ്ങളിൽ എഴുതിയാൽ പോലും തീരാത്ത രീതിയിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നത്. അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ഇന്നും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വന്തം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ്. അത്ഭുതങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങളുടെ കാലങ്ങളൊക്കെ നിന്നുപോയി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നില്ല. സ്വന്തം അത്ഭുതം ഇനിയും ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പലയിടങ്ങളിലെയും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്ഭുതം ദൈവം ചെയ്യണമെങ്കിൽ ഒന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലഘട്ടത്തിൽ അനേകർ യേശുവിന്റെ അടുക്കൽ സങ്കടത്തോടെ വന്ന് അപേക്ഷ കഴിച്ചതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 21 വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ യേശു വീണ്ടും പടകിൽ കയറി ഇക്കര കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കലേക്ക് എന്താണ്? നോക്കൂ ദൈവമക്കളെ, യേശുവിന്റെ ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ, യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കുവാൻ ആ കാലഘട്ടത്തിൽ ജനം ഓടിക്കൂടുകയാണ്. എന്താ? ഇതൊരു പ്രവചന നിവർത്തിയും കൂടിയാണ്. എന്താണ്? ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു. എന്താ? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനം കേൾക്കേണ്ടതുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമക്കളെ, സ്തോത്രം. ഏകദേശം 400 വർഷക്കാലം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ മലാക്കിക്ക് ശേഷം യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടം വരെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? അന്ധകാര കാലഘട്ടമായിരുന്നു. വചനമില്ല, വെളിപ്പാടില്ല, ദർശനമില്ലാതിരിക്കുന്ന സമയം. ജനം തപ്പിത്തടയുകയാണ്. വിശുദ്ധരെന്ന് അഭിമാനിക്കുന്ന പരീശന്മാർ അവിടെയുണ്ട്. അവരുടെ കയ്യിലും വചനമില്ല. അവർ വിധവമാരെ കൊള്ളടിക്കുകയാണ്. സാധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ദേശം ദൈവ ദൂതന്മാരില്ല, ആത്മാക്കളില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാരും അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ജനവിരുട്ടിൽ തപ്പിത്തടയുകയാണ്. ഒരു ദൈവവചനത്തിന് വേണ്ടി അവനോട് കാത്തിരിക്കുകയാണ്. വചനം കേൾക്കാൻ അത്യാർത്ഥി അവിടെ ആയിരിക്കുന്ന സമയത്താണ് യോഹന്നാൻ വിളിച്ചു പറയുവാനിടയായി തീർന്നു. യേശുവിനെ കുറിച്ച് അവൻ വിളംബരം ചെയ്യുവാനിടയായി. യോഹന്നാനിൽ കൂടി ദൈവവചനം ദൈവം സംസാരിപ്പാനിടയായി. അതിനുശേഷം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗരാജ്യത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച്, മാനസാന്തരത്തെ കുറിച്ച് ശക്തമായി പ്രസംഗിക്കുവാനായിട്ടിടയായി.
യേശുവിന്റെ അടുക്കൽ ആൾക്കാർ ഓടിക്കൂടുകയാണ്. ഹല്ലേലൂയ. എവിടൊക്കെയാ കൂടുന്നത്? കാരണം വളരെ പടകിൽ യേശു ഇരിക്കുമ്പോൾ അവിടെയും ജനം ഓടിക്കൂടുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവവചനം കേൾക്കുവാൻ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിന്റെ വചനം ശക്തി ഉള്ളതാണ്. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഇന്നും വചനം ഹല്ലേലൂയ അതിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പോകട്ടെ, സ്തോത്രം. യേശുവിന്റെ അടുക്കലേക്ക് എന്താണ്? ജനം ഓടിക്കൂടുകയാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് അല്ലെങ്കിൽ പള്ളി പ്രമാണികളിൽ ഒരുത്തനായ യായിറോസ് എന്ന് പേരുള്ള ഒരുവൻ വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. ആരാണ്? പള്ളി പ്രമാണി. സ്തോത്രം. ഏത് പള്ളി? യഹൂദന്മാരുടെ പള്ളി. യഹൂദന്റെ സിനഗോഗിലെ അതേ കാര്യാദികൾ നടത്തുന്ന, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഈ പള്ളി പ്രമാണി വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വന്ന് വീഴുക. അന്നൊരു നിയമമുണ്ടായിരുന്നു. കർത്താവായ യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ പള്ളിപ്രശ്നനാക്കി തീർക്കണമെന്നുള്ള നിയമമെന്ന് പാസാക്കിയപ്പോൾ അല്ലെങ്കിൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്ന് വീഴുവാനിടയായി തീർന്നു. യേശുവിന്റെ കാൽക്കൽ വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, അല്ലെ വലിയ നന്മകൾ ലഭിക്കണമെങ്കിൽ, വല്ല വിടുതലുകൾ ലഭിക്കണമെങ്കിൽ വീഴേണ്ട ഒരേ ഒരു ഇടം ഏതാണെന്നറിയാമോ? യേശുവിന്റെ കാൽക്കലാണ്. അവൻ പറഞ്ഞൊരു അപേക്ഷയുണ്ട്. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ അവളുടെ മേൽ കൈ വെക്കണമേ എന്ന് വളരെ എന്താണ് ഞാൻ പറഞ്ഞു. നമ്മുടെ അപേക്ഷകളെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ സങ്കടത്തിൽ നമ്മൾ കഴിക്കുന്ന അപേക്ഷകളെ കേൾക്കുന്ന ഒരു ദൈവം. അത് പറയാണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുക, അല്ലേ നിന്നെ കൊണ്ട് വിടുവിപ്പാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് അത് വൈദ്യന്മാരൊക്കെ അവിടെ നല്ല പ്രസിദ്ധരായിട്ടുള്ള വൈദ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഹല്ലേലൂയ അവർക്കാർക്കും വിടുവിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ യേശുവിന് കഴിയും. ഹല്ലേലൂയ. കാരണം എന്താ? അവൻ ഗിലെയാദിലെ നല്ല വൈദ്യനാണ്. നമ്മുടെ കർത്താവ് ഗിലെയാദിലെ നല്ല വൈദ്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായി. എന്താണ്? 12 വർഷക്കാലം രക്തസ്രവമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തനിക്കുള്ള സമ്പത്തെല്ലാം ചെലവഴിക്കുവാനിടയായി തീർന്നു. പക്ഷേ ഭേദം വരുന്നില്ല, സൗഖ്യം വരുന്നില്ല. സ്തോത്രം. അവൾ എന്താണ്? വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ എന്ത് ചെയ്തു? തൊട്ടു. പല വൈദ്യന്മാർ ഏറിയോന്ന് സഹിച്ചു എന്നാണ്. ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രാവമുള്ള സ്ത്രീ എന്താണ്? അതേ സ്വത്ര അവൾ അശുദ്ധയാണ്. അവളെ തൊടുവാൻ തൊടുന്നവൻ ആ വ്യക്തികൾ എന്ത് ചെയ്യണം? അന്ന് വൈകുന്നേരം വരെ അശുദ്ധയായി ഇരിക്കണമെന്നൊക്കെ പ്രമാണം അവിടെ ഉണ്ട്. പക്ഷേ സ്വത്ര ഇവളിതാ പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി ചെല്ലുകയാണ്. എന്നിട്ട് വിശ്വാസത്തോടെ എന്ത് ചെയ്യുകയാണ്? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുവാനിടയായി. ക്ഷണത്തിൽ അവർക്ക് സൗഖ്യമുണ്ടായി എന്നാണ്. അതവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? അനുഭവിച്ചറിയുവാനിടയായി. ഒരു കാര്യം ഓർക്കുക, യേശു ഊഹാഭോഗം അദ്ദേഹത്തെ പറയുന്ന ഒരു വ്യക്തിയല്ല. യേശുവിൽ നിന്ന് വളരെ വിടുതൽ പുറപ്പെട്ടാൽ, യേശു വിടുവിച്ചാൽ അത് ശരീരത്തിൽ അനുഭവം ഉണ്ടാകുന്ന അങ്ങനെ യേശു സൗഖ്യം തരുന്നത്. ഇനി ഇവളുടെ രോഗം എന്തായിരുന്നു? അവൾക്കൊരു ബാധയായിരുന്നു. ഒരു പൈശാചികമായിട്ടുള്ള ഒരു ബാധ അവളെ പിടിപെടുവാനിടയായി തീർന്നു. സ്തോത്രം. ചില രോഗങ്ങൾ വന്നാലേ മരുന്ന് കഴിച്ചാലൊന്ന് മാറും. ചില രോഗങ്ങൾ വന്നാലേ മരുന്ന് കഴിച്ചാലും മാറിയില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അതിൻ്റെ പിന്നിൽ പൈശാചികമായ കരമുണ്ട്. അവൾ എങ്ങനെയാ വന്നത്? യേശുവിൻ്റെ അടുക്കെ വിശ്വാസത്തോടെ വന്നത്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ എന്താണ്? രക്ഷിച്ചിരിക്കുന്നു. ഇനി നീ സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്ക. അന്നേരം യേശുവിന്റെ അടുക്കൽ വന്നാൽ 1 സൗഖ്യം, യേശുവിന്റെ അടുക്കൽ വന്നാൽ 2 സമാധാനം, അല്ലെങ്കിൽ സ്വസ്ഥത. ഇനി ചിത്രം ഇതെല്ലാം കഴിച്ചിട്ട് യേശു പിന്നെ അങ്ങോട്ട് പോവുകയാണെന്നറിയാമോ? യായിറോസിന്റെ വീട്ടിലോട്ട് പോകുക. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയാണ്, നിന്റെ മകൾ എന്ത് ചെയ്തു? ഇനി ഗുരുവിനെ ഇന്ന് എന്താണ്? സ്തോത്രം. അവിടെ താഴെ ഇരിക്കും. യേശു ആ വാക്ക്
കാര്യമാക്കാതെ. ഹല്ലേലൂയ. യേശു ആരോട് പറയുകയാണ്? യായിറോസേ, നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, നീ വിശ്വസിച്ചാൽ മാത്രം മതി. കുട്ടി എന്താണ്? മരിച്ചിട്ടില്ല, അതേ ഉറങ്ങുക അത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. യേശു ഉള്ള കാര്യം എന്ത് ചെയ്തു? പറഞ്ഞു. എന്താ? കുട്ടി മരിച്ചിട്ടൊന്നുമില്ല, പിന്നെന്താണ്? ഉറങ്ങിയിരിക്കുക. അവനെ പരിഹസിച്ചു. ആരെ? യേശുവിനെ പരിഹസിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവനെല്ലാവരെയും എന്താണ്? പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോടുകൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് അതെ കുട്ടി കിടക്കുന്ന ഇടത്തി എന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട്, ബാലേ എഴുന്നേക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ എന്താ പറയുന്നത്? തരിക കൂവി എന്ന് പറയാൻ. ദൈവമക്കളെ, ആ ഭവനത്തിൽ കരയാൻ ആളുണ്ട്, പരിഹസിക്കാനും ആളുണ്ട്. സ്തോത്രം. വിടുതൽ കൊടുക്കുവാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഭവനത്തിനകത്ത് തരിക കൂവി പറയാൻ ഒരുവനുണ്ട്. അവിടെ വന്നു. അത് യേശുവാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ മുമ്പിൽ യേശു വന്നിട്ട് കരം പിടിച്ച് നമ്മെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ അപേക്ഷ തള്ളിക്കളയാത്ത ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.